ധർമ്മസ്ഥലയിലെ പരിശോധനയിൽ നിർണായക കണ്ടെത്തൽ. നേത്രാവതി സ്നാനഘട്ടത്തിനടുത്തുള്ള 6ാമത്തെ പോയിന്റിൽ നിന്ന് അസ്ഥികൂടങ്ങൾ കണ്ടെത്തി. തലയോട്ടി ഒഴികെയുള്ള ഭാഗമാണ് കണ്ടെത്തിയത്. മനുഷ്യൻ്റേതാണ് അസ്ഥികൾ എന്ന് തെളിഞ്ഞിരിക്കുന്നു. നേരത്തെ കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന നിർണായകമായ പല വിധത്തിലുള്ള വെളിപ്പെടുത്തലുകളുടെ സ്ഥിരീകരണം കൂടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യമാകുന്ന നിമിഷമാണിത്. സിജു കണ്ണൻ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി ചേരുകയാണ്. സിജു കണ്ണൻ, ഇന്ന് കണ്ടെടുത്തിയ അസ്ഥികൂടം എവിടെ നിന്നാണ്? അത് ഉൾക്കാട്ടിൽ നിന്നാണോ? ഈ 6ാം പോയിന്റ് എവിടെയാണ്? കണ്ടെത്തിയ അസ്ഥികൂടം ഒരാളുടേതാണോ? എന്തൊക്കെ പ്രാഥമിക നിഗമനങ്ങളാണ്? മനുഷ്യൻ്റേതാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ അന്വേഷണ സംഘം ധർമ്മസ്ഥലയിലെത്തി മുഖ്യ സാക്ഷിയുമായി പ്രദേശത്ത് പരിശോധനകൾ തുടങ്ങിയിട്ട് 4ാം ദിവസം എത്തി നിൽക്കുകയാണ്. ഈ 4ാം ദിവസത്തെ പരിശോധനയിലാണ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ, തെളിവുകൾ ഇവിടെ നിന്ന് ലഭ്യമാകുന്നത്. നേത്രാവതി പുഴയ്ക്കടുത്ത് നേത്രാവതി സ്നാനഘട്ടത്തിന് തൊട്ട് അടുത്തായുള്ള 6ാമത്തെ പോയിന്റിൽ നിന്നാണ് വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ലഭ്യമാകുന്നത്. നേരത്തെ 5 സ്ഥലങ്ങളിൽ ഈ നേത്രാവതി സ്നാനഘട്ടത്തിന് തൊട്ടടുത്തുള്ള ഭാഗങ്ങളിൽ പരിശോധന നടത്തിയിട്ടും ഒന്നും കിട്ടിയില്ല എന്ന വിവരമാണ് ലഭ്യമായത്. കനത്ത സുരക്ഷയിൽ മാധ്യമങ്ങൾക്കടക്കം പ്രവേശനത്തിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിശോധനകളെല്ലാം നടത്തുന്നത്. എന്നാൽ 6ാമത്തെ പോയിന്റിലെത്തി നിൽക്കുമ്പോൾ കുഴിയെടുത്ത് പരിശോധിക്കുന്നത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുന്നു. മനുഷ്യന്റെ ശരീരാവശിഷ്ടങ്ങൾ, അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ ഇവിടെ നിന്ന് ലഭ്യമായി എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം. ഇത് ഔദ്യോഗികമായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളാണെന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഈ ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. 2003 കാണാതായ അനന്യ ഭട്ട് MBBS വിദ്യാർത്ഥിയുടെ അമ്മ സുജാത ഭട്ടിന്റെ അഭിഭാഷകനാണ് ഇക്കാര്യം ഈ 6ാമത്തെ പോയിന്റിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ, അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ, മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന നിർണായക വിവരം മാധ്യമങ്ങളിലേക്ക് കൈമാറിയിരിക്കുന്നത്. അന്വേഷണ സംഘം ഏതായാലും ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പുറത്തുവിടാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ കണ്ടെത്തേണ്ടത് ഇത് ആരുടേതാണ് എന്നുൾപ്പെടെ കണ്ടെത്തുന്നതിന് വളരെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഫോറൻസിക് പരിശോധന നടത്തേണ്ടതുണ്ട്. ഇതിനൊപ്പം തന്നെ ഈ കുഴിയെടുത്ത് പരിശോധന തുടങ്ങിയിട്ട് 3 ദിവസമായി. ഈ കുഴിയെടുത്ത് പരിശോധന നടത്തുന്നതിനൊപ്പം തന്നെ റവന്യൂ വകുപ്പ്, അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാം തന്നെ സഹായത്തോടുകൂടി ഇവർ ഇപ്പോൾ ഒരു പരിശോധന നടത്തുന്നത് ഈ ധർമ്മസ്ഥലയിൽ കാണാതായ ആളുകൾ, കൊല്ലപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും എല്ലാം വിവരം ശേഖരിച്ച് വരികയാണ്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ മറ്റൊരു ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഏതായാലും ഇത് ആരുടേതാണ് എന്നുൾപ്പെടെ കണ്ടെത്തുന്നതിന് വളരെ പ്രധാനപ്പെട്ട തുടർ പരിശോധനകൾ ആവശ്യമായി വരുന്നു. ഏതായാലും ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർണായക തെളിവ് എന്ന രീതിയിൽ വേണം ഇതിനെ കാണാൻ. അന്വേഷണം വളരെ നിർണായകമായി മറ്റൊരു ഘട്ടത്തിൽ എത്തി എന്ന് വേണം ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ. ഈ മാസം 3-നാണ് മുൻ ശുചീകരണ തൊഴിലാളി ഇങ്ങനെ ധർമ്മസ്ഥലയിൽ 1995-ലും 2014-ലും ഇടയിൽ നിരവധി സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന തരത്തിൽ, പലരും ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടവരാണെന്ന തരത്തിൽ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. ആ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം 16 ദിവസത്തിന് ശേഷം രൂപീകരിച്ചു. അവരുടെ അന്വേഷണം തുടങ്ങിയ ഒരാഴ്ചക്കകമാണ് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നത്. ഏതായാലും പരിശോധനകളിലേക്ക് കൂടുതൽ കാര്യക്ഷമമായി കടക്കുന്നതിനുള്ള ഒരു ഘട്ടം കൂടിയായി ഇതിനെ കാണേണ്ടി വരും. തീർച്ചയായും സിജു കണ്ണൻ, ഈ വിഷയം പുറത്തേക്കെത്തുന്നു. കൈരളി ന്യൂസ് ഇതിൻ്റെ നിർണായകമായ വിവരങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുന്നു. സിജു കണ്ണൻ അവിടങ്ങളിലൂടെ യാത്ര നടത്തിയതാണ്. അതിൽ നിന്ന് ബോധ്യമായ പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതുമായി ചേർത്ത് വെക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ BJPയുടെ പ്രതിപക്ഷ നേതാവ് കർണാടകയിൽ പറഞ്ഞത് കേരളമാണ് ഇത്തരത്തിൽ വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ, ധർമ്മസ്ഥലയെ അപമാനിക്കുന്ന തരത്തിൽ എന്നൊക്കെയുള്ള BJPയുടെ വാദങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലം, സിജു കണ്ണൻ കണ്ട കാര്യങ്ങൾ ഇപ്പോൾ അസ്ഥികൂടങ്ങളുടെ തെളിവുകളായി പുറത്തെത്തുന്നത്. മറ്റൊരു കാര്യം കൂടി സിജു കണ്ണൻ, ഈ കിട്ടിയ അസ്ഥികൂടം സ്ത്രീയുടേതാണെന്ന് ബോധ്യമാകാൻ ഇനി പരിശോധനകൾ ആവശ്യമാണല്ലേ? അതുമായി ബന്ധപ്പെട്ട് തുടർ പരിശോധനകൾ ഏറെ നടക്കേണ്ടതുണ്ട്. അത്തരം വിവരങ്ങൾ ലഭ്യമാകുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഫോറൻസിക് പരിശോധന. അതോടൊപ്പം തന്നെ ഇത് ആരുടേതാണ് എന്നുൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ശുചീകരണ തൊഴിലാളി നേരത്തെ വ്യക്തമാക്കിയത്
നിരവധി പേരെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടു. അത് കുഴിച്ചിടാൻ നിർദ്ദേശം നൽകുന്നത് മറ്റു തലത്തിലുള്ള ആളുകളാണ്, വളരെ ഉന്നത സ്വാധീനമുള്ള ആളുകളാണ്. അപ്പോൾ ആരുടെ മൃതദേഹമാണ് കുഴിച്ചിട്ടത് എന്ന് പോലും ഈ ശുചീകരണ തൊഴിലാളിക്ക് അറിയില്ല. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം, 11 വർഷത്തിന് ശേഷം അദ്ദേഹം മാനസികമായ സംഘർഷത്തെ തുടർന്ന് അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തി രംഗത്ത് വരികയായിരുന്നു. അപ്പോൾ ഈ പല തിരോധാനവുമായി ബന്ധപ്പെട്ട കേസുകളും അന്വേഷിക്കേണ്ടതുണ്ട്. പലതരത്തിലുള്ള പരാതിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അത്തരം വിവരങ്ങൾ കൂടി ശേഖരിച്ചാൽ മാത്രമേ ഇത് ആരുടേതാണെന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ വളരെ വ്യക്തമായ വിവരം ലഭ്യമാകൂ. എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നത്, ഈ കഴിഞ്ഞ 5 ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടക്കുമ്പോൾ ഒരു തരത്തിലുള്ള തെളിവുകളും ലഭ്യമായിട്ടില്ല എന്ന തരത്തിൽ ആണ് വിവരങ്ങൾ പുറത്തു വന്നത്. സ്വാഭാവികമായും ഈ സാക്ഷിയുടെ മൊഴി തെറ്റാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണോ ഇങ്ങനെ പ്രചാരണം നടത്തുന്നത് എന്ന തരത്തിൽ ചിന്തകൾ, അതോടൊപ്പം തന്നെ ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ അസ്ഥികൂടാവശിഷ്ടങ്ങൾ, മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുമ്പോൾ സാക്ഷി പറഞ്ഞതിൽ കാര്യമുണ്ട്, വസ്തുതയുണ്ട്, വളരെ കൃത്യമായ കാര്യമാണ് പറഞ്ഞത് എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ ഇനി പരിശോധന നടത്താൻ നിലവിൽ സാക്ഷി ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിൽ നിന്ന് 9 പോയിന്റുകൾ കൂടി ഇനിയുമുണ്ട്. നേത്രാവതി സ്നാനഘട്ടം കഴിഞ്ഞാൽ അവിടെ നേത്രാവതി സ്നാനഘട്ടത്തിനടുത്ത് 8 പോയിന്റുകളാണ് സാക്ഷി ചൂണ്ടിക്കാണിച്ചത്. 8 പോയിന്റിൽ ഇനിയും 2 പ്രധാനപ്പെട്ട ഭാഗം കൂടി പരിശോധന നടത്താനുണ്ട്. അതിനുശേഷം സംസ്ഥാന പാതയുടെ ഭാഗത്തായി 4 സ്ഥലങ്ങൾ കൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് ഉൾമേഖലയിലേക്ക് പോകുന്ന ഒരു റോഡിന്റെ വശത്ത് ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അവസാന ഭാഗത്താണ് 2 സ്ഥലങ്ങൾ വനമേഖലയിൽ. ഇവിടെ നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരവധി സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു. അതിൽ വിദ്യാർത്ഥിനികളുടെ അടക്കം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന തരത്തിലാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. അപ്പോൾ പരിശോധന തുടങ്ങിയിട്ടേയുള്ളൂ, പരിശോധനയിലെ തെളിവുകൾ പുറത്തു വന്നു തുടങ്ങിയിട്ടേയുള്ളൂ എന്ന രീതിയിൽ വേണം ഈ ഘട്ടത്തെ നമ്മൾ കാണാൻ. സിജു കണ്ണൻ അവിടെ കണ്ട യാഥാർത്ഥ്യങ്ങൾ, അവിടെ കൈരളി വാർത്താ സംഘം നടത്തിയ യാത്രയിൽ ബോധ്യമായ കാര്യങ്ങൾ, ഇപ്പോൾ കിട്ടിയ അസ്ഥികൂടത്തിൻ്റെ വിവരങ്ങൾ, ഇതൊക്കെയായി ചേർത്ത് വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബോധ്യമാകുന്നത് ഈ ഘട്ടത്തിൽ സിജു കണ്ണൻ? നമുക്ക് ഈ സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ പലതരത്തിലുള്ള അനീതികളും പ്രശ്നങ്ങളും അവിടെ നേരിടേണ്ടി വന്ന മനുഷ്യരുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ അവിടെ എത്തിയപ്പോൾ നമുക്ക് ഒരു കുടുംബവുമായി സംസാരിക്കാൻ കഴിഞ്ഞു. നിരവധി കുടിയേറ്റ മലയാളികളുള്ള ഒരു മേഖലയാണിത്. ഈ പ്രദേശത്ത് വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറിയ ഒരു മലയാളി കുടുംബം, പത്മലതയുടെ കുടുംബത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പത്മലത 1986 കൊല്ലപ്പെടുന്നത്. 17 വയസ്സുകാരിയായ ഒരു വിദ്യാർത്ഥിയായിരുന്നു പത്മലതയുടെ അച്ഛൻ ദേവാനന്ദ് ആ പ്രദേശത്തെ CPIM-ന്റെ നേതാവായിരുന്നു. CPM നേതാവായിരുന്ന ദേവാനന്ദ് നിരവധി കുടിയിറക്കലുകൾക്കെതിരെ വലിയ പ്രക്ഷോഭം ആദിവാസികളടക്കം സംഘടിപ്പിച്ച് അവിടെ നടത്തുന്നു. അതിന് പിന്നാലെ തന്നെ ഇവിടെയുള്ള പഞ്ചായത്തിലേക്ക് ഒരു വാർഡിലേക്ക് മത്സരരംഗത്ത് വരുന്നതിന് പിന്നാലെയാണ് പത്മലതയെ ഇവിടെ നിന്ന് കാണാതാകുന്നത്. അതിനുശേഷം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ വലിയ സമ്മർദ്ദം ഉന്നതരിൽ നിന്നുണ്ടാകുന്നു. നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചെങ്കിലും പത്മലതയെ കണ്ടെത്താനായില്ല. CPIM ഉൾപ്പെടെ വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു പത്മലതയുടേത്. പിന്നീട് CID ഉൾപ്പെടെ അന്വേഷണം നടത്തി രംഗത്ത് വന്നെങ്കിലും തെളിയാത്ത ഒരു കേസായി പത്മലതയുടെ കൊലപാതകം മാറി. ഒരുപക്ഷെ ധർമ്മസ്ഥലയിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കുമ്പോൾ ഈ പത്മലതയുടെ കൊലപാതകത്തിൽ നിന്നാണ് പ്രക്ഷോഭങ്ങളുടെ ഒരു തുടക്കം. ആ പ്രക്ഷോഭം നയിച്ചത് CPM ആണ്. അന്ന് തൊട്ടിങ്ങോട്ട് ദുരൂഹമരണങ്ങൾ നിരവധി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ആ ഒരു പത്മലതയുടെ മരണം മാത്രമല്ല, അതിനു മുമ്പും ഇങ്ങനെ നിരവധി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്ന തരത്തിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ 2012 ഉയർന്നു വന്ന വലിയൊരു പ്രശ്നം, സൗജന്യ എന്ന ഒരു പെൺകുട്ടി വീട്ടിലേക്ക് കോളേജിൽ നിന്ന് മടങ്ങി വരുമ്പോൾ കാണാതാകുന്നു. ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട നിലയിൽ പിറ്റേ ദിവസം മൃതദേഹം കണ്ടെത്തുന്നു. സൗജന്യയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടും CPIM മംഗലാപുരത്തും വെൽത്തങ്ങാടിയിലും ഗുജറിയിലുമെല്ലാം തന്നെ വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു. ആ പ്രക്ഷോഭം പിന്നീട് വലിയ ഒരു ജനകീയ രൂപം കൈവരിച്ചുകൊണ്ട് വരികയും ആക്ഷൻ കമ്മിറ്റി അടക്കം രൂപീകരിച്ച് പ്രവർത്തനം നടത്തുകയും ചെയ്തു. ആ പ്രവർത്തനങ്ങളുടെ എല്ലാം തുടർച്ചയായാണ് ഇപ്പോൾ ഈ പുതിയ വെളിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എത്തി നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി മനുഷ്യരുമായി സംസാരിക്കാൻ പറ്റി, നിരവധി കുടുംബങ്ങളുമായി സംസാരിക്കാൻ പറ്റി. അതിനിടയിൽ നമുക്ക് പ്രത്യേകം കൊടുക്കാൻ കഴിഞ്ഞ ഒരു വാർത്ത, 2009 ഒരു പെൺകുട്ടിയെ അതിക്രമത്തിനിരയാകുന്നത് നേരിട്ട് മലയാളിയായ ഒരു ടിപ്പർ ലോറി ഡ്രൈവർ കണ്ടു. പക്ഷേ നിരവധി ആളുകൾ ഭയപ്പെടുത്തിയതിനാൽ ആ സമയത്ത് പോലീസിനോട് ഒന്നും വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല. 3 ദിവസങ്ങൾക്ക് ശേഷം
ആ പെൺകുട്ടിയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം തൊട്ടടുത്തുള്ള പുഴയിൽ നിന്ന് ലഭിക്കുന്നു. ഇങ്ങനെ ദുരൂഹ മരണങ്ങളുടെ ഒരു സ്ഥലമായി ഈ മേഖല മാറിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിൽ നിരവധി ആരോപണങ്ങളും പരാതികളുമാണ് നമുക്ക് അവിടെ നിന്ന് നിരവധി മനുഷ്യരിലൂടെ കേൾക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ സ്ഥലം സ്വന്തമായുള്ള സ്ഥലം തട്ടിയെടുക്കുന്നതിന് വേണ്ടി പലരെയും കൊലപ്പെടുത്തുന്ന തരത്തിൽ നിരവധി ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കേണ്ടി വന്നു. നിരവധി മനുഷ്യരുമായി സംസാരിക്കേണ്ടി വന്നു. ഏതായാലും വലിയ നീതി നിഷേധം ആ ഭാഗത്തുള്ള മനുഷ്യർക്ക് ആ സമയത്ത് നേരിടേണ്ടി വന്നു എന്ന തരത്തിൽ വലിയ പരാതികൾ വരുന്നു. അതിന് പിന്നാലെയാണ് ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ ഈ ശുചീകരണ തൊഴിലാളി നടത്തിയത്. നിരവധി കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നിന്ന് നമുക്ക് നേരിട്ട് കാണാനും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാനും സാധിച്ചത്. നിഷാദ്, തീർച്ചയായും സിജു കണ്ണൻ, ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ 6ാം പോയിന്റിൽ നിന്ന് ഈ 4ാമത്തെ ദിവസം നടത്തുന്ന മണ്ണുമാന്തിയുള്ള പരിശോധനയിൽ വിവരങ്ങൾ ബോധ്യമാകുന്നു. ഈ ശുചീകരണ തൊഴിലാളിയെ പ്രത്യേക മറവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ഒന്നും ബോധ്യമാകാത്ത തരത്തിലാണ് അവിടെ എത്തിക്കുന്നതും ഈ തെളിവെടുപ്പുകളിലേക്കൊക്കെ നയിക്കപ്പെടുന്നതും ആയ സാഹചര്യം സൃഷ്ടിക്കുന്നത്. അതിനുശേഷമാണ് ഏറ്റവും നിർണായകമായ ഇപ്പോഴത്തെ ഈ 4ാം ദിനത്തിലെ 6ാം പോയിന്റിലെ അസ്ഥികൾ ലഭ്യമാകുന്നത്. ഇനി അടുത്ത ഘട്ടം എന്തൊക്കെയാണ്? ഇനി പറഞ്ഞിരിക്കുന്ന, നേരത്തെ സിജു കണ്ണൻ അത് സൂചിപ്പിച്ചിരുന്നു, ഇനി പറഞ്ഞിരിക്കുന്ന എത്ര പോയിന്റുകളാണ് സംശയാസ്പദമായി മണ്ണും മാന്തി പരിശോധിക്കാനുള്ളത്? സിജു കണ്ണൻ, നിഷാദ്, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാകുന്നു. കാരണം ശുചീകരണ തൊഴിലാളി പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് അസ്ഥികൂടാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു. അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതയുണ്ട്, വ്യക്തതയുണ്ട് എന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യക്ഷമമായ അന്വേഷണം ഇനി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വരും. നേത്രാവതി സ്നാനഘട്ടത്തിനടുത്തുള്ള 6ാമത്തെ പോയിന്റിലാണ് പരിശോധന നടത്തിയത്. സ്വാഭാവികമായും 6ാമത്തെ പോയിന്റിൽ നിന്ന് അസ്ഥികൂടാവശിഷ്ടങ്ങൾ കിട്ടിയത് കൊണ്ട് തന്നെ മറ്റ് പോയിന്റുകളിൽ കൂടുതൽ സൂക്ഷ്മമായ പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പരിശോധിച്ച ഭാഗങ്ങളിൽ ആദ്യഘട്ടത്തിൽ മനുഷ്യാധ്വാനം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ ഭാഗത്ത് കുഴിയെടുത്ത് പരിശോധന നടത്തിയതെങ്കിൽ പിന്നീട് ചെറിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്നത്. നേത്രാവതി സ്നാനഘട്ടത്തിനടുത്ത് 2 പോയിന്റുകൾ കൂടി ഇനി ബാക്കിയുണ്ട്. അവിടെ കൂടി പരിശോധന നടത്തും. അതിനുശേഷം സംസ്ഥാന പാതയുടെ വശത്തുള്ള 4 പോയിന്റുകളിലും പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു റോഡിനടുത്തുള്ള ചെറിയ പോയിന്റിനകത്തും പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഏറ്റവും അവസാന ഘട്ടത്തിലായിരിക്കും കല്ലേരി വനമേഖലയാകുമ്പോൾ സ്വാഭാവികമായും അവിടെ പരിശോധന നടത്തുന്നതിന് മറ്റനുമതികളുടെ ആവശ്യമുണ്ട്. അത്തരം പരിശോധനകളിലേക്ക് കടക്കണമെങ്കിൽ അവസാന ഘട്ടം എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിൽ ഈ മൃതദേഹങ്ങളുടെ ഈ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളുടെ ഒരു ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അത്തരം പരിശോധനകളിലേക്ക് കടക്കും. ആരുടേതാണെന്ന് കണ്ടെത്തണമെങ്കിൽ മറ്റ് കാര്യങ്ങൾ കൂടിയുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, പരാതികൾ വളരെ കുറഞ്ഞ രീതിയിലാണ് പരാതികളുമായി ആളുകൾ രംഗത്ത് വന്നത്. സൗജന്യയുടെ കുടുംബം, അങ്ങനെ അനന്യാഭത്തിന്റെ കുടുംബം. പക്ഷേ ഈ മൃതദേഹങ്ങൾ ആരുടേതെന്ന് കണ്ടെത്തണമെങ്കിൽ ഈ ഭാഗത്തുള്ള തിരോധാന കേസുകൾ, കൊലപാതകങ്ങളെല്ലാം തന്നെ, തെളിയാത്ത കേസുകളെല്ലാം തന്നെ വീണ്ടും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. അത്തരമൊരു അന്വേഷണ വഴി കൂടി സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും